ദേവസ്വം ബോർഡ് ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം മൂടി വെക്കുകയായിരുന്നു. ഇതെല്ലാം സർക്കാരിനും ദേവസ്വം ബോർഡിനും അറിയാമായിരുന്നു ഈ വിവരങ്ങളെല്ലാം. ഇത് മൂടി വെച്ചു. ഇല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കേസെടുക്കായിരുന്നു. അയാൾ മാത്രമാണ് ഉത്തരവാദിയെങ്കിൽ കേസെടുക്കായിരുന്നതിന്റെ കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, രാഷ്ട്രീയ നേതൃത്വവും ബോർഡ് നേതൃത്വവും പെടുമെന്നറിയായിരുന്നു. ഇത് മൂടി വെച്ച് ആരും അറിയില്ല എന്ന് വിചാരിച്ചു. ഈ വാസവനും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കൂടിയാണ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചു വരുത്തിയത് 2025. അപ്പൊ ഗുരുതരമായ ഈ കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ക്ഷണിച്ചിരിക്കുന്നത്. വീണ്ടും ഈ മോശം നടന്നേനെ ഞങ്ങൾ സംശയിക്കുന്നത് അവിടെ ദ്വാരപാലക ശില്പമില്ല, കട്ടളയില്ല, വാതിലില്ല. ഇനി ആകെയുള്ളത് അയ്യപ്പന്റെ തങ്കവിഗ്രഹമാണ്. അതുകൂടി പോയേനെ. അതാണല്ലോ വളരെ കൃത്യമായിട്ടുള്ള കാര്യം. അതായത് വേറെ മോൾഡ് ഉണ്ടാക്കി. ഞാനാണത് ആദ്യം പുറത്തു പറഞ്ഞത്. വേറെ മോൾഡ് ഉണ്ടാക്കി, വ്യാജ മോൾഡ് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോയത്. അപ്പൊ പിന്നെ മറ്റേതിന്റെ തൂക്കം തന്നെ ഉണ്ടാവണമെന്നില്ല. ചെമ്പിന് തൂക്കം ഉണ്ടാവണമെന്നില്ല. വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ഒറിജിനൽ വിറ്റ്. അതാണ് സംഭവം. അല്ല, എം.ആർ. അജിത് കുമാറിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിലും മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. അതെല്ലാം അറിഞ്ഞിട്ടും ഒരു നടപടിയെടുത്തില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഒരുപാട് CPM നേതാക്കളാത്തു സംശയമൊന്നും കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ട് മൂടി വെച്ചത്. പിന്നെ ചെമ്പ് മാത്രമാണ് കൊണ്ടുപോയത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി പെട്ടാൽ ഇവരും പെടും. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്. പശ്ചാത്തലമുള്ള വലിയ തട്ടിപ്പുകളെല്ലാം പുറത്തു വരാനിരിക്കുക. ഏറ്റുമാനൂർ അമ്പലത്തിൽ ഇതേ ടീമാണ് പോയി 7.5 പൊന്നാന പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കിയത്. ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പങ്കുണ്ട്. ഈ മന്ത്രി വാസവനുമായിട്ട് ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാർ കൂടി പങ്കുണ്ട്. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ 7.5 പൊന്നാന ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പോയപ്പോൾ അതിനെ എതിർത്തത് അവിടുത്തെ ഭക്തജനങ്ങൾ. അതുകൊണ്ട് പോയില്ല. അതും പോയത്. അല്ല, അത് ക്ലിയർ ആണല്ലോ. ഞാൻ പറഞ്ഞത് ദ്വാരപാലക ശില്പം വിറ്റെന്ന് പറഞ്ഞ ഞാനല്ലല്ലോ, കോടതിയാണ് അല്ലേ. വിറ്റപ്പോ അത് ആർക്കാണ് കൊടുത്തതെന്ന് നമ്മളെങ്ങനെയാ അറിയണത്? അത് അന്നത്തെ ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനൊക്കെ അല്ലേ അറിയുള്ളൂ. അതാണ് ഞാൻ ചോദിച്ചത്. മാത്രമല്ല, മന്ത്രി വാസവൻ എന്താ പറഞ്ഞത്? ഇപ്പൊ ഒരു കുഴപ്പമില്ല, എല്ലാ കുഴപ്പമില്ല 2019 അപ്പൊ 2019 കുഴപ്പം നടന്നിട്ടുണ്ടെന്ന് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി പറയുന്നു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ പറയുന്നത്? ഞങ്ങളൊന്നും ചെയ്തില്ല, എല്ലാ കുഴപ്പവും 2019 നടപടിക്രമവും തെറ്റിച്ചതല്ല അല്ലേ. അപ്പൊ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുന്നുണ്ട് കുഴപ്പമുണ്ടായത് 2019 അപ്പൊ 2019 അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം ഏതെങ്കിലും കോടീശ്വരന് വിറ്റിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് അറിയണ്ടേ? അറിയാവുന്നവരോടല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കടകമ്മളോട് ചോദിച്ചത്. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. അതാണ് ഇപ്പൊ ഇവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എല്ലാത്തിനും കാരണമെന്ന് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരുന്നെങ്കിൽ ഇവരിത് അറിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ അന്വേഷണം നടത്തണ്ടേ? നടത്തിയില്ല, മൂടി വെച്ചു. അയാളെ രക്ഷിക്കാൻ നോക്കി. കാരണം എന്താ? അയാൾ പിടിയിലായി, ഇവന്മാരെല്ലാം പോവാത്തു, ഇവരെല്ലാം അകത്തു പോവും. മനസ്സിലായില്ലേ? ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുന്നു. ഇന്നലെ അസംബ്ലിയിൽ ടേബിൾ ചെയ്ത CNAG റിപ്പോർട്ടിൽ നമ്മുടെ GST വിഭാഗത്തെപ്പറ്റി ഗുരുതരമായ ആരോപണങ്ങളാണുള്ളത്. ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞതുപോലെ ടാക്സ് ഭരണം, അഡ്മിനിസ്ട്രേഷൻ തകർന്നിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് GSTയിലൂടെ ഉണ്ടാകുന്നത്. GSTയും E-way ബില്ലും കൃത്യമായി കൊണ്ടുപോകാത്തതുകൊണ്ട് കോടികളുടെ നഷ്ടമാണ് സംസ്ഥാന ഖജനാവിനുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ കടം ഗൌരവതരമായി വർദ്ധിക്കുന്നു എന്നുള്ള കണ്ടെത്തലും CNAG റിപ്പോർട്ടിലുണ്ട്. നിയമസഭയിൽ ഈ വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം
അടിവരയിട്ട് സിയാൻഡേജ് റിപ്പോർട്ടിൽ കൂടി ഉണ്ട് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. അല്ല, ഇതിപ്പോ വാർത്ത കണ്ടു. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പോലീസ് നടപടിക്രമങ്ങൾ, നിയമപരമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കണം. ഉണ്ടെങ്കിൽ അന്വേഷിക്കണം. എനിക്കറിയില്ല. ഞാനിപ്പോ ഒരു വാർത്ത കണ്ടു വണ്ടിയിൽ വെച്ചിട്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ആരെങ്കിലും ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ തെറ്റുകാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരായി നിയമപരമായ നടപടികൾ സ്വീകരിക്കണം.